നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോനെ കൊന്നതാണോ മനോഹരേട്ട? സത്യമായിട്ട് എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു മനോഹരേട്ട. ചെക്കിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം? വല്ലാത്തൊരു നാണക്കേടായി. ഇത് ചോദിക്കാൻ വേണ്ടി മാത്രം അക്ബർ ഇപ്പൊ വിളിച്ചിരുന്നു. വിളിച്ചവരോട് കാര്യം പറയാറുന്നില്ലേ? ചതി നടന്നത് സ്വന്തം വീട്ടിൽ തന്നെയാണെന്ന്. ആര് ചതിച്ചെന്നാ നീ പറയുന്നത്? നിന്റെ വീട്ടിൽ നിന്റെ കിടപ്പുമുറിയിൽ നീ സൂക്ഷിച്ചു വെച്ചിരുന്ന ചെക്ക്, അത് സൂക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. സർ, അതിവിടെ ഒരു പ്രശ്നമാക്കണ്ട. അക്ഷരയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. പിന്നെ ആരുടെ ഭാഗത്താണ് നിരഞ്ജൻ തെറ്റ്? എന്റെ ഭാഗത്തോ? 1-2 അല്ല, 50 ലക്ഷം രൂപേന്റെ ബാധ്യത ഒറ്റയടിക്ക് വന്നത്. സ്വാമിയുടെ വക അനുശോചന പ്രമേയവും പ്രസംഗവും ഒന്നും വേണ്ട. 50 ലക്ഷത്തിന്റെ അല്ല, 50 കോടിയുടെ ബാധ്യത വന്നാലും എന്റെ ഭർത്താവ് അത് വീട്ടും. അതിനു മുൻപ് ഈ കള്ളക്കളി കാണിച്ചവരെ കണ്ടുപിടിക്കും. കള്ള ID കാർഡും ഉണ്ടാക്കി ഇവിടുന്ന് ബാംഗ്ലൂരിന്റെ വണ്ടിയും കയറി ആരാ ചെക്ക് മാറിയതെന്നൊന്ന് അറിയണമല്ലോ. 50 ലക്ഷം 50 കോടി പേപ്പറിൽ എഴുതുമ്പോ പൂജ്യങ്ങൾ എത്ര വേണമെങ്കിലും കൂട്ടിയതാ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ എവിടെ നിന്നെടുത്തിട്ട് കൊടുക്കും? നാസിക്കിലെ കമ്മട്ടം കണ്ട് ജീവിതം തുടങ്ങിയ ആളല്ല ഞാനെന്ന് സാറിനറിയാലോ. അനർഹമായ ഒന്നും ശേഖരിച്ചിട്ടുമില്ല, സമ്പാദിച്ചിട്ടുമില്ല. ഇത് ഞാൻ ഏറ്റെടുക്കുന്നു. കടം വാങ്ങിയോ പലിശക്കെടുത്തോ ഞാൻ ഈ ബാധ്യത തീർക്കത്തില്ല. പകരം ഒറ്റുകാരെ കണ്ടെത്തി അവരിൽ നിന്ന് തന്നെ ഈടാക്കും. അതെ, കഥയിലെ ഒറ്റുകാരൻ ആരാണെങ്കിലും അതൊന്ന് ഓർത്ത് വെച്ചാ നല്ലതാ. മാഡത്തിന് എന്നെ എന്തെങ്കിലും സംശയം? ഞാൻ സ്വാമിയോടൊന്നും പറഞ്ഞില്ല. അല്ല, 50 ലക്ഷം ഡാഡി സ്വാമിയെ ഏൽപ്പിച്ചിട്ടില്ലേ? വേണമെങ്കിൽ പ്രശ്നം അതുകൊണ്ട് പരിഹരിക്കാമല്ലോ. അപ്പൊ ക്ലിനിക്കോ? തൽക്കാലം മാനക്കേടിന് മറകെട്ടുന്നതല്ലേ മുഖ്യം. എനിക്കൊന്ന് ആലോചിക്കണം. അതെന്താ, സ്വാമിയുടെ കയ്യിൽ 50 ലക്ഷം ഇല്ലേ? എന്റെ പൊന്നു മാഡം, സാർ എന്നെ ഏൽപ്പിച്ചതൊക്കെ എന്റെ കയ്യിലുണ്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 500 രൂപേന്റെ നോട്ട് തിന്ന് ജീവിക്കുന്ന ആളല്ല ഞാൻ. അത് ഞാൻ മാഡത്തിന്റെ അടുത്ത് മുമ്പ് പറഞ്ഞാണല്ലോ. എന്തായാലും ആ പണം വേണ്ട. അത് ബാംഗ്ലൂർ യാത്രയ്ക്ക് തന്നെ ഇരിക്കട്ടെ. ബാംഗ്ലൂർ യാത്ര കഴിഞ്ഞ് വരുമ്പോ യൂദാസിന്റെ ചോരച്ചുവയുള്ള ചൂരെനിക്ക് കിട്ടും. 30 വെള്ളിക്കാശിന് പലിശയും പിഴപ്പലിശയും ഇട്ട് ഞാൻ ഈടാക്കുകയും ചെയ്യും. അങ്ങനെ പാർവതിയുടെ കർണത്ത് നല്ല ഒന്നാന്തരം ഒരു പടക്കം പൊട്ടി. ടപ്പോ ടിപ്പോ ടമാർ. മനോഹരൻ അവളെ കെട്ടിക്കൊണ്ടുവന്ന കാലം തൊട്ടേ ഞാൻ ആഗ്രഹിച്ചിരുന്നതാ, ആഴ്ചയിൽ ഓരോ തല്ല് പാർവതിക്ക് കിട്ടണമെന്ന്. അതെങ്ങനെയാ? മക്കളൊന്ന് ഭാര്യയെ ഭയങ്കര പ്രീതിയായി പോയി. ഇപ്പൊ കിട്ടിയല്ലോ. അത് അച്ഛൻ അമ്മയോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. മരുമകളെ സംരക്ഷിക്കാൻ അച്ഛൻ കഥ കളം മാറ്റി വിട്ടതാ. അത് തന്നെ. പക്ഷെ പാർവതിക്കത് അറിയില്ലല്ലോ. ഈ തല്ലൊരു പരമ്പരയാക്കണം നമ്മള്. അതെ, ഇന്ന് പാർവതിയുടെ കരണത്ത് പൊട്ടിയ പടക്കം നമ്മൾ മാലപ്പടക്കമാക്കി മാറ്റണം. അതെ അതെ.
ടപ്പേ ടപ്പേ ടപ്പേ. അപ്പോ നിത്യമോള് വിചാരിച്ച എല്ലാം ഓക്കെയാ. ഞാനെങ്ങനെ? മരുമകളുടെ പേരിൽ അച്ഛനിൽ നിന്നും തല്ല് കിട്ടിയ അമ്മയുടെ കണ്ണീരൊപ്പാൻ കർച്ചീഫുമായി മോളി ചെല്ലുന്നു. പോരെ, അത് വർക്കൗട്ട് ആവും. ആവുമല്ലേ? ഓ, ആ അതെ കുഞ്ഞെ, നീ ധൈര്യമായിട്ട് ചെല്ലു കൊച്ചേ. എന്താ വല്ലിക? നീ അരിമുറുക്കിന്റെ ടിന്നി ഇഞ്ഞെടുത്തോണ്ട് വാ. എനിക്ക് സന്തോഷം വന്ന അപ്പ അരിമുറുക്കോ അച്ചപ്പോ കഴിക്കണം. എടുത്ത് കൊടുക്കു ഭാവനയമ്മച്ചി. മുത്തശ്ശി അച്ചപ്പത്തിന്റെ അച്ഛനെ വിളിക്കട്ടെ. ആ സമയത്ത് നിത്യ അമ്മ ഒരു വഴിക്കാണ്. ചെല്ലടി കൊച്ചേ. നീ വാ. എന്തടി? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാരമാണല്ലേ അമ്മ? ഭാരോ? നീയോ? എന്താ മോളെ അങ്ങനെ പറഞ്ഞേ? ഏതൊരു അച്ഛനമ്മമാർക്ക് മക്കളൊരു ഭാരമാണോ? അല്ലായിരിക്കാം. പക്ഷെ ഞാൻ സങ്കടപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ എന്റെ തന്നിഷ്ടങ്ങളും കൊണ്ട്. നിന്റെ ഒരു ഇഷ്ടം, നീ ഉപയോഗിച്ച അതേ പദം എടുത്താൽ തന്നിഷ്ടം. അത് ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ശരത്തേട്ടൻ വെറും പാവം അമ്മ. കഴിഞ്ഞ ദിവസം സോമൻ അച്ഛനോട് പറയുന്ന കേട്ടു, ഇനി ഗുരുവായൂർ ശയന പ്രദക്ഷിണം നടത്താൻ പോവാണെന്ന്. അതും അച്ഛന്റെ കഷ്ടകാലം മാറാനായിട്ട്. ദൈവ വഴിയിലേക്ക് ആര് തിരിഞ്ഞാലും നല്ലതാ. പക്ഷെ അമ്മയ്ക്ക് മരുമോള് പറയുന്നതാണല്ലോ പഥ്യം. അതാരുമില്ലാത്ത കുട്ടിയല്ലേ ദേവിക. അത് കയ്യിലിരിപ്പോണ്ട. ശരത്തേട്ടൻ എന്നെ ഓർത്തിട്ട് ഒന്നും വിട്ടു പറയാതിരിക്കുന്നു. എന്നിട്ടും അവർ വീണ്ടും വെല്ലുവിളിച്ചത് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം? പറ്റുമെങ്കിൽ എന്റെ കഴുത്തിൽ താലി കിട്ടാൻ. നിങ്ങൾ ആരെങ്കിലും മിണ്ടിയോ? അമ്മ ഒന്ന് ഓർക്കണം, സ്വന്തം വീട്ടില് അന്യെ പോലെ താമസിക്കുന്ന ഒരു പെണ്ണാ ഞാൻ. കഴിഞ്ഞ ദിവസം ഞാൻ സുധേട്ടന്റെ സ്വപ്നം കണ്ടു. സുധേട്ടൻ പറയുവാ നീ അങ്ങ് പോന്നേക്കാൻ. അയ്യോ, സ്വസ്ഥത ഇല്ലാതായ ഞാൻ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് ആരും ഇല്ലാത്തത്. ദേവികയല്ല, ഞാൻ അനാഥ. മോൾ അനാഥയോ? നിനക്ക് ഞാനില്ലേ?